നീ പോലും ഞാൻ പോലും നിന്നെ കുറിച്ച് സ്നേഹിയല്ല അവനെ പോലെ. എന്തുകൊണ്ട്? നീ നിന്റേതല്ല അവൻ്റേതാണ്. നീ നിന്റേതല്ല അവൻ്റേതാണ്, അവൻ്റെ മുതലാണ്. നീ നിന്റേതല്ല, നീ നിന്റേതല്ലല്ലോ, നീ അവൻ്റേതല്ല. ചിന്തിക്കും. ഒരാൾ വന്ന് നിങ്ങളുടെ ഒരു വസ്തു കടം ചോദിച്ചാൽ എന്താണ് നിങ്ങൾ അയാളോട് പറയുക? വരുത്തിട്ടാ ഇതൊന്നും ഞാൻ കടം തന്നതല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചെടുത്തുകൂടെയോ? ഇൻ കുന്തും സാദിഖീൻ, ഇതെല്ലാം നിങ്ങളുടെ എന്ന വാദം സത്യമാണെങ്കിൽ. ഇതൊരാളെടുത്ത് ഓടുകയാണെങ്കിൽ ഞാൻ അയാളെ കൈ പിടിച്ച് ഇവിടെ ഒപ്പിക്കും. എന്തുകൊണ്ട്? എൻ്റെ മുതലാണ്, ഒരാളെ കൊണ്ട് ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ ബാപ്പ ഉമ്മ കണ്ണിന്റെ മുന്നിൽ മരിക്കും. പക്ഷേ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല, നിസ്സഹായരാണ്. എന്തുകൊണ്ട്? അതൊരു കടമായിരുന്നു, അത് നമ്മുടേതല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാ? ഇതെന്റെ അയൽവാസി എനിക്ക് തന്ന, എൻ്റെ അയൽവാസി എനിക്ക് കടമായി തന്നതാണെന്ന് സങ്കല്പിക്കൂ. തരുമ്പോൾ അയാൾ പറഞ്ഞിരുന്നു, ഉസ്താദേ എനിക്ക് ആവശ്യമായി ഞാൻ കൊണ്ടുപോട്ടാ. ഓക്കെ, അങ്ങനെ ഞാനിത് ഉപയോഗിച്ചു. പിന്നെ ഒരു ദിവസം അയാൾ വന്നു, അത് കൊണ്ടുപോയി. അല്ലെങ്കിൽ ഞാൻ ആളെ പറഞ്ഞയച്ചു, കൊണ്ടുപോയി. എന്ത് പറയാൻ എനിക്ക്? എൻ്റെ അല്ലല്ലോ. فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. ഇതൊന്നും ഞാൻ കടം തന്നതല്ലെങ്കിൽ, ഇതൊക്കെ നിങ്ങൾ സ്വന്തം ഓൺ പ്രോപ്പർട്ടി ആണെങ്കിൽ, തർജിഊനഹാ, ഇതെന്റെ മുതലാണെങ്കിൽ ഒരാൾ കള്ളം കൊണ്ടുപോ പിടിച്ചു, എടോ വയറെന്ന് വിചാരിക്കുക, വയറലാണെന്ന് വിചാരിച്ചിട്ട് കക്ക, ഞാൻ വയറലാണെന്ന് വിചാരിച്ചിട്ട് എന്റെ മുതൽ കെട്ടുകൊണ്ട് പോവാ. അതേ സമയത്ത് വേറെ മുതൽ കടം തന്നതാണെങ്കിൽ അവൻ കൊണ്ടുപോവുകയാണെങ്കിൽ ഒന്ന് ഇളിക്കാനേ കഴിയുള്ളൂ. എന്തുകൊണ്ട്? മനസ്സിലായില്ല? മനസ്സിലായില്ലേ? നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ മരിക്കും. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ മരിക്കുന്നത് സങ്കല്പിച്ചു നോക്കി. ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ മരിക്കുന്നത് ഈ ആഴ്ച സംഘടിപ്പിച്ച ഒരാൾക്ക് കൈപ്പൊക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചാലോ പഠിച്ചവനെയാണ് ഈ ആഴ്ച സങ്കല്പിച്ചവർക്ക്, അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചവർക്ക് കൈവക്കാം. ഒന്ന്. രണ്ടാമത്തെ ആളില്ലല്ലോ, എന്നാൽ രണ്ടാമത്തെ ആളുണ്ട്. ഞാൻ ഈ ആഴ്ച എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മരിക്കുന്നതായി സങ്കല്പിച്ചിട്ടുണ്ട്. അവരും നമ്മുടെ ജീവിത ബന്ധങ്ങൾ വളരെ ശക്തമായിരിക്കും, പക്ഷെ മരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് കടം തന്നതല്ലെങ്കിൽ തിരിച്ചു ഒപ്പിക്കരുതോ? ഇതെല്ലാം ഞങ്ങളുടേതാണ് എന്ന നിന്റെ വാദം സത്യമാണെങ്കിൽ, ഇതൊന്നും നമ്മുടേതല്ല, വേറൊരു തന്നെ മുതലാ. ആ മുതൽ തന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നു, അതെ സാധാരണ നമ്മളെ ബന്ധം തെറ്റരുത്. എൻ്റെ മൊബൈലിൽ എൻ്റെ സിം ഇട്ടിട്ട് 2 ആഴ്ച ഉപയോഗിക്കാൻ തരുമോ? എൻ്റെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ പോയി. ആയിക്കോട്ടെ ഉസ്താദേ, പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മളെ ബന്ധം തെറ്റരുത്. ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ പേരിൽ നമ്മളെ ബന്ധം തെറ്റരുതെന്ന് അതുകൊണ്ടാണ് തന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ രാവിലെ എന്തിനാ അങ്ങോട്ട് വന്ന്? സൂക്ഷിക്കണം, കേടുവരുത്തരുത്. എൻ്റെ വാച്ച് നാശമായി, എൻ്റെ വാച്ചൊന്ന് തായോ? ആയിക്കോട്ടെ, വാച്ച് അയച്ചാൽ ആയിക്കോട്ടെ ഉസ്താദേ, പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മളെ ലോകം തെറ്റരുത്. ഇതിൻ്റെ അർത്ഥം എന്താ? നാശാക്കരുത്, കേടുവരുത്തരുത്. എന്തുകൊണ്ട്? അയാളെ മുതലാണ്. നീ അള്ളാഹുവിൻ്റെ മുതലാണെങ്കിൽ നീ നന്നാവുന്നതിന് നിനക്കുള്ളതിനേക്കാൾ താല്പര്യം അവനായിരിക്കും. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ. എന്താണ് ചിന്തിക്കാത്ത? പിന്നെന്തിനെ പരീക്ഷിച്ചു? അത് സ്വർണത്തെ തീയിലിട്ടതുപോലെ. മനസ്സിലായോ? എന്തിനാ പരീക്ഷിച്ചത്? എന്തിനാ പ്രയാസം തന്നത്? ശുദ്ധിയാകാനാണ്. ഇല്ലെങ്കിലോ? വളരെ ചിന്തിക്കാം.
എപ്പോഴും അനുഗ്രഹത്തേക്കാൾ നല്ലത് പ്രയാസം. രണ്ട് കാരണം. ഒന്ന്, പ്രയാസത്തിന്റെ കാലഘട്ടം എന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവും. എനിക്കെൻ്റെ വാപ്പയെ ഓർമ്മയുണ്ട്. എന്തുകൊണ്ട്? ഒന്നും ചെയ്തു തരാത്തൊരു കാലം, കഴിയാത്തൊരു കാലം വാപ്പാക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് ഞാനും ഉമ്മയും ബാപ്പയും ഒക്കെ അങ്ങനെ വിഷമിച്ച് നിൽക്കും. അത് ഓർമ്മയുണ്ട് ഇപ്പം മനസ്സിൽ. അതേ സമയത്ത് എന്നും ഓണം പോലെ ജീവിച്ചതാണെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല. ഒരു ഉപമാവാക്യം ഈ അടുത്ത ദിവസം ഞാൻ കണ്ടു. പണ്ടൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു ആണ്ടർതി വന്നിട്ട് ആണ്ടർതിക്ക് ഭക്ഷണമോ മറ്റോ സൗകര്യങ്ങൾ ഉള്ളത് ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയും. ഇപ്പോഴോ, പണ്ടൊക്കെ നമ്മൾ എന്നും പറയാം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയും. ഇപ്പോൾ ഓണത്തിനുള്ളത് പോലെ എന്നാണ് പറയാൻ. അല്ല, എന്നും ഓണത്തിനുള്ളത് പോലെയാ ഇപ്പൊ. പണ്ട് ഓണത്തിന് പോലും ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ്. ഇല്ല, അപ്പൊ ഉള്ളത് കൊണ്ടാണ് ഓണം കഴിക്കാണ്, ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ് ആവുകയാണ്. പണ്ടോ ഇപ്പൊ അങ്ങനെയല്ലേ, ഇപ്പൊ എന്നും ഓണത്തിനുള്ളത് പോലെയാണ്. പെരുന്നാളിന് വില ഇല്ലാത്തത് എന്തുകൊണ്ടാ? പിന്നെയും പെരുന്നാളിന് വെള്ളച്ചോറ് വെച്ചാൽ അതിനൊരു വില ഉണ്ട്. എന്തുകൊണ്ട്? അതൊന്നും നമ്മൾ കഴിക്കാത്തതാണ്. നമ്മൾ മന്തിയും കുഴിമന്തിയും നമ്മളെ കൊണ്ട് തീറ്റിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് കൂണല്ല, ഇപ്പോൾ മന്തിക്കടയാണ്. ഇത് ഒരു ഓണംകോറ മുലയിൽ ഇന്നലെ ഒരു മന്തിക്കട കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു മനുഷ്യന്റെ പരിസരത്തില്ല. പിന്നെയും എന്തിനാണാവോ ഇവിടെ ഈ മന്തിക്കട എന്ന് ഞാൻ ആലോചിച്ചത് ഇപ്പോഴും ഇവിടെ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുക, അപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങളെ ഓർമ്മ ഉണ്ടാവില്ല. എൻ്റെ വാപ്പാന് എനിക്ക് ഓർമ്മ ഉണ്ടാവും. എന്തുകൊണ്ട്? എൻ്റെ വാപ്പാക്ക് വേണ്ടി ഞാൻ ഇന്നലെ രാത്രി കരിഞ്ഞിട്ടുണ്ട്. ഉമ്മാക്ക് വേണ്ടി ഞാൻ ഇന്നലെ, എന്തുകൊണ്ട്? അവരെനിക്ക് തരാതിരുന്നതാണ്, തന്ന ആളല്ല. എന്തുകൊണ്ടാണ് തരാത്തത്? അവരുടെ കയ്യിലില്ല. അപ്പം അവർ വിഷമിച്ച വിഷമം ഞാൻ ഓർത്തിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് നമ്മളെ കുട്ടികൾക്ക് നമ്മളെ ഓർമ്മ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഓർമ്മ യെസ് എന്ന് പറയുന്ന പിതാവല്ല നല്ല പിതാവ്, നോ എന്ന് പറയുന്ന പിതാവാണ്. എൻ്റെ വാപ്പ അങ്ങനെയായിരുന്നു. എൻ്റെ വാപ്പ 10ൽ 11നും നോ എന്നാ പറയുക. ചിലപ്പോൾ 12ന് യെസ് എന്ന് പറഞ്ഞാലായി. എന്നാലും അത് വേണ്ടപോലെ നടക്കൂല, 13നെ നടത്തുന്ന പോലെ ആവുള്ളൂ. എന്തുകൊണ്ട്? എന്തിനാ പരീക്ഷണം തന്നതെന്ന് ചിന്തിക്കണം. സ്നേഹമാണത്. പരീക്ഷണത്തിന് നന്നാവും. നീ നന്നാവാതെ അനുഗ്രഹം തന്നാൽ അനുഗ്രഹവും നാശമായും നീയും നാശമാവും. പാത്രം കഴുകാതെ വിളമ്പിയാൽ ഭക്ഷണമോ മലിനമാവും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ആവോ? നമ്മളെയൊക്കെ ധൃതി എന്താണെന്നറിയോ? കഴുകാതെ വിളമ്പണം. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടാ പോരാ. എല്ലാവർക്കും ധൃതിയാണ്. കഴുകാതെ വിളമ്പണം. കഴുകാൻ തയ്യാറില്ല, വിളമ്പണം. കഴുകിയോ? കഴുകിയിട്ടില്ല, കഴുകാൻ ഉദ്ദേശമില്ല, വിളമ്പണം. കഴുകാതെ പാത്രം കഴുകാതെ വിളമ്പിയാലോ ഭക്ഷണവും മലിനമാവും. നിന്നെ ശുദ്ധീകരിക്കാതെ അനുഗ്രഹം തന്നാലോ ആ അനുഗ്രഹവും മലിനമാവും. നീയും മലിനമാണ്, അനുഗ്രഹവും മലിനമാവും. കല്ലാ കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഖൽബി ഗൈറുല്ലാഹ്. പോരാ, ആ ശബ്ദം പോരാ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله حق لا إله إلا الله حسبي ربي جل الله. صالح إلا الله حسبي ربي جل الله. الله 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 عليه توكل. الله 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 الله
അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു തവക്കലു. രണ്ടു തരം പെണ്ണുങ്ങളുണ്ട്. ഒരു തരം പെണ്ണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊരു അടിയും ശകാരവും ഒക്കെ കിട്ടിയാലും അവൾക്കത് വിഷമല്ല, എന്നാലും കൂടെ നിർത്തുന്നുണ്ടല്ലോ, തൊലാക്കില്ലല്ലോ. വേറെ തരം പെണ്ണുണ്ട്, ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ ഇന്നെ ഒഴിവാക്കി തന്നാൽ എന്ന് പറയും. ഇവിടെയാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പെണ്ണ് നീയാണ്, ഞാനാണ്. അടി കിട്ടിയാലും ഇടക്കിടക്ക് ഒരു അടി കിട്ടും, ഇടക്ക് ശകാരിക്കും, എന്നാലും സന്തോഷമാണ്. ഒക്കില്ല. മനസ്സിലായോ? കുടുംബം മുഴുവൻ പറയും ഇത് പോന്നാളാമിന എന്തിന് ഇല്ലോ ദിവസം വൈകുന്നേരം വന്ന് തല്ലും. അവളെ വാപ്പ അവളെ അമ്മയോടും കുടുംബത്തിനോടും പറയും ഇവളെ വിചാരിച്ചില്ല വേറെ ആളാണെങ്കിൽ ഞാൻ എന്നെ കൊണ്ടുവരും, ഇത് കൊണ്ടെന്നാ പിന്നെയും അങ്ങടനെ പോയി അവൻ്റെ തല്ല് മുഴുവൻ കൊള്ളു. അപ്പോൾ ആമിന കരയും. ആമിനക്ക് അവൻ്റെ കൈത്തണ്ടയാണ് ഇഷ്ടം. എപ്പോഴെങ്കിലും അവൻ കൈവച്ച് കൊടുക്കും, ആ കൈയിൻ്റെ കൈത്തണ്ടയിലൊക്കെ കിടക്കാൻ കഴിയും. ഇടക്കൊക്കെ അടിക്കും, ശകാരിക്കും, എന്നാലും ഉള്ളിൽ സ്നേഹം നോക്കറിയാം. മനസ്സിലായോ? ഒന്നുമില്ലെങ്കിലും ഒരാളുണ്ടല്ലോ. ഒരു ഓഫീസിൽ ചെന്നാൽ എന്താന്ന് വെച്ചാൽ പറയാലോ, ഭർത്താവില്ലേ? ഉണ്ട്. എവിടെയാ? നാട്ടിൽ തന്നെയാ. ഓ, പിന്നെ മാന്യമായി പെരുമാറും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഭർത്താവുണ്ടോ? ഇല്ല. അപ്പോൾ പെരുമാറ്റം മാറും. ഗൾഫിലാണ്, അപ്പൊ വീണ്ടും പെരുമാറ്റം മാറും. ഭർത്താവുണ്ടോ? ഉണ്ട്. ഒരു അമ്മായിമ്മയെ ഒരു ഉപകാരം ചെയ്യാത്തൊരു മരുമകൻ ഉണ്ടായിരുന്നു. അത്രയും മരുമകൻ, അമ്മായിമ്മ മരിച്ചിട്ടാണ് മരുമകൻ വരുന്നത്. ഓൻ തെണ്ടി തേരോടി നടക്കുന്ന വന്നപ്പോൾ അമ്മായിമ്മ മരിച്ചിട്ടുണ്ട്. അപ്പോൾ കബറുത്തിയിട്ട് മരുമകൻ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ വന്ന് പള്ളിക്ക് പ്രശ്നമാക്കി. എന്തേ ആരോട് ചോദിച്ചാൽ കബറുത്തി? എൻ്റെ അമ്മായിമാനെ മറുപടി എവിടെയാണ്? ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഇപ്പൊ കബർ മാറ്റണത് ഞാൻ പറഞ്ഞത് എന്നോട് അന്വേഷിക്കണ്ടേ? കബറുത്തനെ ചോദിക്കണ്ടേ എവിടെയാ? ആരാക്കുമ്പം വിടൂല. ഖബർ ഞാനല്ല തീരുമാനിക്കണം, എന്നോട് ജവാപ്പ അമ്മ എൻ്റെ അമ്മായിമ്മ എൻ്റെ അമ്മായിമ്മക്ക് വേറെ മക്കളില്ലല്ലോ, ഞാനല്ലേ ആണായി മരുമോനുള്ളത്, എന്നോട് ചോദിക്കണം. ആരോട് നിങ്ങൾ ചോദിച്ചു? അപ്പോ നാട്ടുകാർക്കൊരു പരിധിയല്ലോ. അപ്പൊ നല്ല മസിലൊക്കെ നല്ല കൈവുള്ള ഒരു 3-4 ആളുകൾ പിന്നെ തോൾ കൂടെ പിടിച്ചിട്ട് പള്ളിന്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് 4 ഉണ്ടാക്കിയത്. ഓൻ തമാശയായി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വന്നോണ്ട് പറഞ്ഞു, ഇതൊക്കെ നേരത്തെ പറയണ്ടേ, പ്രശ്നമില്ല. എന്താ നടന്ന് നാട്ടിൽ കണ്ടിട്ടില്ല, എന്താ നടന്ന് നാട്ടുകാർക്കറിയില്ല. അപ്പൊ ഓൻ ചിരിച്ചോണ്ട് ഓലെ തോള് തട്ടിയോണ്ട് തന്നെ ഓൻ പള്ളിന്റെ ബാക്കിൽ ഇങ്ങനെയാണ് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഉണ്ട് നിങ്ങൾ പറയണല്ലോ, എനിക്കറിയില്ലല്ലോ, എന്നാ പ്രശ്നമില്ല, പക്ഷെ നമുക്ക് അറിയാം, കുഴപ്പമില്ല. എന്റെ കൂടെ ഉണ്ടോ? വളരെ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആര് എന്ന് ആലോചിക്കും. റബ്ബ് ആരാണ്? റബ്ബ് നിന്നെക്കാൾ സ്നേഹിയാണ് നിന്റെ കാര്യത്തിൽ. വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅലുൽ ലിമാ യുരീദ്. അല്ലാഹു കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവനെ, അല്ലാഹുവിന് കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവനെ, ആധുനിക മനുഷ്യ, അല്ലാഹുവിന് കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന നിന്നെക്കാൾ വലിയ വിഡ്ഢിയാരാണ്? അവന് കുറ്റം ഉണ്ടാക്കാൻ നടക്കുക. അവൻ ആരാണ്? അവൻ ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ സ്നേഹിയാണ്. ആയത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇടയിൽ ഒരു ആയത്തോടി അർത്ഥം പറഞ്ഞില്ല. ഏത്? ആയത്തിന്റെ പൊസിഷൻ ശരിക്കും മനസ്സിലാക്കണ്ട. ആയത്തിന്റെ പൊസിഷൻ മനസ്സിലാക്കി ചിന്തിക്കണം, മറക്കരുത്, ഏറ്റവും മറക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. അങ്ങനെ كلا إن الإنسان ليطغى أن رآه استغنى. ആദ്യമായി അർശിൽ നിന്ന് തലൗഹിൽ നിന്ന് ഇറക്കി 4-5 ആയത്തുകൾ.
ആ 5 ആയത്തിന് തൊട്ട് കിടക്കുന്ന 2 ആയത്ത് മറക്കരുത്. ഈ 2 ആയത്ത് പഠിക്കാത്ത ഒരാൾക്ക് മുഅ്മിനാകാൻ കഴിയുകയില്ല, ഒരിക്കലും കഴിയില്ല. ഈ ആയത്തിനെ അവിടെ കൊടുത്തു. ആദ്യം ഇറക്കിയ 5 ആയത്തിന് തൊട്ടാണ് ഈ 2 ആയത്ത്. ടൗണില്ലേ പറഞ്ഞത്? അർത്ഥം പറഞ്ഞില്ല. അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അതുകൊണ്ടാണ് ഒന്നും കൂടി ആ പൊസിഷൻ പറഞ്ഞിരുന്നത്. ആദ്യമായി ഇറങ്ങിയ 5 ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. കഴിഞ്ഞു. പിന്നെ അതിന്റെ 2 തൊട്ടായത്ത് അത് മറക്കുകയില്ല. എന്തുകൊണ്ട്? ആദ്യം ഇറങ്ങിയ 2 ആയത്തിന് തൊട്ടാണ് ആയത്ത്. ഏത്? ഓത് ഇന്നൽ ഇൻസാന ലയത്വാ അർആഹു ഇസ്തഗ്നാ. വേണ്ട മനുഷ്യ, വേണ്ട. ആവാതെ അനുഗ്രഹത്തിൽ തൊടേണ്ട. ചിന്തിച്ചോ വേണ്ട മനുഷ്യ, നീ ശുദ്ധിയാകാതെ നീ അനുഗ്രഹത്തെ തേടേണ്ട. വേണ്ട മനുഷ്യ, ഇന്നൽ ഇൻസാന ലയത്വാ. പൊതുവെ അശുദ്ധനായ മനുഷ്യൻ ധിക്കാരിയാവലാണുള്ളത്. അനുഗ്രഹം തന്റേതായി കണ്ണിൽ കാണുമ്പോൾ. ശുദ്ധിയാകാത്ത മനുഷ്യന് അനുഗ്രഹം കിട്ടിയാൽ അവൻ ഏറെ ക്രുദ്ധനാവും. ഇതുവരെ പാത്രമായിരുന്നു മലിനം, ഇപ്പോൾ ചോറും മലിനായി. പിന്നെ അവൻ്റെ ആമാശവും മലിനായി. ഇവൻ അശുദ്ധമായ പാത്രം കൊണ്ട് നിൽക്കിയിരുന്നു, ചോറ് കിട്ടിയിരുന്നില്ല. അപ്പൊ അവന്റെ കയ്യിൽ പാത്രത്തിലെ അശുദ്ധി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്തായി? ചോറ് കിട്ടി. എന്താകാതെ ശുദ്ധിയാക്കാതെ ചോറ് കിട്ടിയപ്പോൾ ആ ചോറ് വാഴ്ത്തുന്നു. ഇപ്പൊ എന്തായി? ആമാശയം മലിനായി. അതുകൊണ്ട് അനുഗ്രഹം കിട്ടുന്നതിന് മുമ്പ് നീ ശുദ്ധിയാകണം. ഇല്ലെങ്കിലോ ശുദ്ധിയാകാതെ അനുഗ്രഹം വാങ്ങിയവരൊക്കെ ധിക്കാരി. എക്സാമ്പിൾ ഇബ്ലീസ്. ഒക്കെ പറ. ഇബ്ലീസിന് എന്താ പ്രശ്നം? ഉള്ളു ശുദ്ധിയാക്കില്ല, അനുഗ്രഹം കിട്ടി. മനസ്സിലായില്ലേ? ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. അല്ലാഹുവിനെ പ്രോസിക്യൂട്ട് ചെയ്തു. നീ ചെയ്ത തെറ്റല്ലേ? മണ്ണ് കൊണ്ട് പടച്ചപ്പെട്ട അവന് ഞാൻ സുജൂദ് ചെയ്യണമെന്നാണോ നീ പറയുന്നത്? എന്ത് വർത്താനാണത്? ആലോചിക്കണ്ടേ? ആരോടത് പറയുന്നത്? ഈ എന്നോട് സുജൂദ് ചെയ്യാൻ പറയുമ്പോൾ ഈ ആലോചിക്കണോ ഞാൻ ആരാ? തീ കൊണ്ട് വിടക്കപ്പെട്ടവനല്ലേ? എന്നിട്ട് ആ മണ്ണ് കൊണ്ട് വിടക്കപ്പെട്ട ഇവന്റെ മുന്നിൽ ഞാൻ വളഞ്ഞു നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ ഭയം വേണ്ടേ? ലോക ചരിത്രത്തിൽ ചില ആളുകൾ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഇബ്ലീസിന് നീതി കിട്ടിയിട്ടില്ല, അള്ളാഹു ചെയ്ത നീതിയല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് ചരിത്രത്തിൽ. ഇബ്ലീസിന് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾ ചരിത്രത്തിലുണ്ട്. ഇബ്ലീസ് സത്യാണ്. കാരണം അയാളത് ചെയ്യേണ്ട ആവശ്യമില്ല, അയാളോട് പറയാൻ പടച്ചോന് പാടില്ല, പടച്ചോൻ മോശമാണ് ചെയ്തെന്ന് പറഞ്ഞ ആളുകൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെയുണ്ട്. ഇബ്ലീസ് എന്താ പറഞ്ഞേ? ഞാൻ ആര് നീ ചിന്തിക്കണ്ടേ? അവൻ വലിയ ആളില്ലേ? ഞാൻ അസാസീൽ വലിയ യോഗ്യനാ. അസാസീൽ ആകാശത്ത് ഏറ്റവും യോഗ്യത ഉള്ള ആളായിരുന്നു അസാസീൽ. ഈ അസാസീൽ പിന്നെ ഇബ്ലീസ് ആയതാ. ഞാൻ ആരാ നീ ആലോചിക്കുന്നത്? ഇത്രയും യോഗ്യനായ ഒരു ആളെ പിടിച്ചിട്ട് നീ വളഞ്ഞു കുത്തി നിൽക്കുക. എന്റെ മുന്നിലാണെങ്കിൽ പ്രശ്നമില്ല, അത് മിന്നുമില്ലോ. അവനാരാ? മണ്ണോട് ഇറക്കപ്പെട്ട. മനസ്സിലായോ? എന്റെ പ്രശ്നം നീ ആയത്തോടെ ചോക്ക്. ഈ ഇബ്ലീസിന്റെ സംഭവത്തിൽ ഈ ആയത്തെ ചോക്ക്. എന്താ ഇരിക്കണം രാവിലെ വന്നിട്ട്? ഈ ആയത്തോടെ കയറ്റി നോക്ക്. ഇബ്ലീസിനെ ഓർത്ത് ആയത്തിന് ഒതിയോക്ക്. സ്വാഭാവികമായും മനുഷ്യൻ ധിക്കാരിയാവാറാണുള്ളത്. ശുദ്ധിയാകാതെ അനുഗ്രഹത്തെ നേരിൽ കാണുമ്പോൾ അവനെ ശുദ്ധിയാക്കിയില്ല എന്നാണ് എന്റെ ഉള്ളർത്ഥം. ശുദ്ധിയാകാതെ മനുഷ്യൻ അനുഗ്രഹം തന്റേതാക്കുമ്പോൾ അവൻ ആരായി മാറും? ധിക്കാരി. നോക്ക് എന്റെ കൂടെ വാ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ശബ്ദം പോരാ.
അള്ളാഹു നമ്മളെ ശുദ്ധിയാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ ശുദ്ധിയാക്കി തരട്ടെ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ അഊദു ബിക മിൻ ശർരി കുല്ലി അഊദു ബിക മിൻ ശർരി മാ സനഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു وأبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവിനോട് യാചിക്കുക, ക്ഷമായാചനം ചെയ്യുക. ക്ഷമായാചനം ചെയ്ത് ഹൃദയത്തെ ശുദ്ധീകരിക്കുക. എന്തുകൊണ്ട്? ചിന്തിക്കണം. എന്താ പറഞ്ഞത്? കല്ലാ, വേണ്ട വേണ്ട മനുഷ്യ, നീ സ്വയം ശുദ്ധിയാകാതെ അനുഗ്രഹത്തിന്റെ പിന്നാലെ ഓടണ്ട. ഇന്നൽ ഇൻസാന ലത്വാ, മനുഷ്യൻ ധിക്കാരിയാവുന്ന പടിവാണുള്ളത്. എന്ന് പറയും. ചായ ഒഴിച്ചു. ചായ ഒഴിച്ചാൽ ഇതിനൊരു പരിധി ഉണ്ട്. പരിധിയും കഴിഞ്ഞാൽ ഒഴിച്ചു. ആ ഒഴിക്കുന്നതിനാണ് തുകയാൻ എന്ന് പറയുക. പുഴയുടെയും തോടിന്റെയും ഒരു എൻഡ് ഉണ്ട്. അതുവരെ വെള്ളം വന്നാൽ അത് പുഴയായി. അതിനപ്പുറത്തേക്ക് കിടന്നാൽ പുഴയല്ല, പിന്നെ പുഴയില്ല, പിന്നെ പ്രളയമാണ്, പിന്നെ പുഴ ഉണ്ടാവില്ല. ഇതിൻ്റെ കൂടെ പ്രളയത്തിന്റെ കാലത്ത് പുഴ ഉണ്ടായിരുന്നു. ഞാൻ ഇവരോട് പറഞ്ഞു പോയി എന്നൊരു കുറ്റം എനിക്കുണ്ടോ? പ്രളയത്തിന്റെ കാലത്ത് പുഴ ഉണ്ടോ? ഇല്ല. എന്ത് പുഴ? ആലോചിക്കാത്ത നിന്റെ ഒതുക്കം കല്ലിനും നിന്റെ അമ്മിത്തുണ്ടിന്റെ അവിടെയും വെള്ളം നിറഞ്ഞു വെക്കുമ്പോൾ നിനക്ക് ചാലിയാറുണ്ടോ? അന്ന് ചാലിയാറില്ലല്ലോ. എപ്പോഴാ പുഴ ഉണ്ടാവുക? എപ്പോഴാ പുഴ ഉണ്ടാവുക? വെള്ളം രണ്ട് പരിധിയിലുള്ളിൽ ഒതുങ്ങിയാൽ പുഴ ഉണ്ടാവും. ഇല്ലെങ്കിലോ പുഴ ഉണ്ടാവില്ല. പുഴയല്ലല്ലോ. വെള്ളം പൊട്ടി വരികയല്ലേ, അങ്ങനെയല്ലേ പറയാ? പിന്നെ പുഴ ചാടാന്നല്ലേ പറയാ? അഞ്ഞോളെന്ന് പറയാ. മനസ്സിലായില്ലേ? തുക മനുഷ്യനൊരു പരിധി ഉണ്ട്. ആ പരിധിയിൽ അവൻ നിന്നിട്ടില്ലെങ്കിൽ തുക എന്ന് പറയും. അവൻ അതിരി വിട്ടു, പിന്നെ മനുഷ്യനല്ല. പുഴക്ക് പരിധി വിട്ടാൽ പുഴയല്ല, പിന്നെ പ്രളയ. എന്താ വന്നിരിക്കണ രാവിലെ ഇന്ത്യക്ക്? പുഴയുടെ പരിധി വിട്ടാൽ വെള്ളം പുഴയുടെ രണ്ട് കരയുടെ പരിധി വിട്ടാൽ പിന്നെ അവിടെ എന്തില്ല ചങ്ങാതി? പിന്നെ പുഴ ഇല്ലടോ. പിന്നെ അവിടെ എന്താണ്? പിന്നെ എന്ത് പുഴ? പിന്നെന്ത്? മനസ്സിലായോ പറഞ്ഞത്? അതന്നെ. വളരെ ചിന്തിക്കണം. ചിന്തിക്ക്. പുഴയിലെ വെള്ളം വറ്റിയാലും പുഴയെന്നറിയും. കാരണം പണ്ട് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം വരികയാണെങ്കിൽ അതേ വരാനുള്ളത്. അതേ സമയത്ത് പരിധി വിട്ടാൽ പുഴ തന്നെ പ്രളയല്ലേ. മനസ്സിലായോ? മനുഷ്യന്റെ പരിധി വിട്ടാൽ മനുഷ്യൻ ആരല്ല? പുഴയുടെ പരിധി വിട്ടാൽ ആരല്ല? പുഴയല്ല. മനുഷ്യന്റെ പരിധി വിട്ടാൽ ആരല്ല? മനുഷ്യനല്ലടോ. മനസ്സിലായോ? അവൻ മൃഗത്തെ പോലെയാണ്, അവൻ മനുഷ്യനല്ല. മനുഷ്യനെപ്പോഴും പരിധിയുണ്ട്. ഓരോന്നിനും പരിധിയുണ്ട്. മനസ്സിലായ? പരിധിയുണ്ട്, എല്ലാത്തിനും പരിധി വേണ്ടേ? മനസ്സിലായ? ചിന്തിക്ക്. പരിധി വേണം എല്ലാത്തിനും. എന്ത് പരിധി വേണം? നമുക്കൊരു പരിധിയിൽ നിന്നാലേ മനുഷ്യൻ മനുഷ്യനാവും. പരിധിയിൽ നിന്നാലേ പണ്ഡിതനാവും. പരിധിയിൽ നിന്നാലേ പ്രസംഗാവും. ഞാൻ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാ ഈ ഒച്ചപ്പൊളി. അങ്ങനെ പാട്ടുപാടി അങ്ങനെ വർത്താനം പറയുക. അപ്പോൾ ഇത് പ്രസംഗാവൂല. ഇവിടെ എന്തോ അയാൾക്ക് ബിരാന്തായി അറിയാം. ഇത് നിങ്ങൾ 7:30 ഉള്ളിൽ നിങ്ങൾ എത്തുക. ഒരു 7:35 ആകുമ്പോഴത്തേന് 5 മിനിറ്റ് നിങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ വരിക. നിങ്ങൾ കൊതിച്ച് കാത്തിരിക്കുക. നിങ്ങൾ ഞാനൊരു 8:30, 8:35, 40 ഉള്ളിൽ നിർത്തി. കുറച്ചും കൂടി പറയട്ടെ നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ ഞാൻ നിർത്താം. അപ്പൊ ഞാൻ പരിധി വിട്ടില്ല. മനസ്സിലായോ പറഞ്ഞത്? എന്തിനാണത്? ആക്ഷേപിക്കപ്പെടാതിരിക്കാനാ. ഇതിന്റെ ഒക്കെ വരെ ചായ ഉണ്ടെന്നാൽ അപ്പോൾ കുട്ടിക്ക് അടി കൊടുക്കും. എന്താടോ അണ്ടല്ലേ കുടിക്കാനുള്ളതല്ലേ? എങ്ങനെയാണ് കുടിക്കുക? മനസ്സിലായോ? ഇവിടെ ഇപ്പൊ ഇനി ഏതായാലും ഒരു 10 മില്ലി 15 മില്ലി ഒക്കെ ചായ ഇനിയും കൊള്ളും.
അതാണ് അതിന്റെ പരിധി, അതാണ് അതിന്റെ ഭംഗിയും. ആ ചായ ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്താൽ ആരും അത് വാങ്ങും, റാഹത്തിൽ കുടിക്കുക. നേരെ മറിച്ച് ഇതിന്റെ ഈ എൻഡ് വരെ ചായ ഉണ്ടെങ്കിലോ, ഉസ്താദ് കുറച്ച് കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ കുട്ടി കൊണ്ടുവന്നത് അന്നത്തെ ശകാരം പോലെ കിട്ടിയിട്ടുണ്ടാവില്ല. എന്താണോ ഞാൻ എന്താ എരുമ എന്താണ് വിചാരിച്ച് എങ്ങനെയാ കുടിക്കുക? ഞാൻ എന്താ എന്റെ അവിടെ പാടത്ത് പണിക്കൊണ്ടതാ പറയോ ഇല്ലേ? എനിക്ക് എന്റെ പരിധി വിട്ടു, പരിധി വിട്ടിട്ടില്ല, വിടുന്നു തോന്നി. നേരെ മറിച്ചോ 10-15 മില്ലി ഇനിയും കയറും ചായ. ഓ എന്ത് അങ്ങനെ തന്നെയല്ലേ? അതന്നെ ഒരു ലേശം കമ്മിയാണ്, ഒരു കമ്മി. ആ കമ്മിയാണ് അതിന്റെ മഹത്വം, ഫുള്ളായ മഹത്വം ഉണ്ടാവില്ല. ചിന്തിക്ക് ചിന്തിക്ക് ചിന്തിക്ക്. കല്ല കല്ല, വേണ്ട വേണ്ട മനുഷ്യ, അനുഗ്രഹത്തിന്റെ പിന്നാലെ നീ ഓടേണ്ട. ഇന്നൽ ഇൻസാന ഓടെ ഇന്നൽ ഇൻസാന മനുഷ്യൻ പരിധി വിടുന്നത്, പരിധി വിട്ടാൽ മനുഷ്യൻ മനുഷ്യനാവില്ല. എപ്പോഴാ പരിധി വിടുക? അനുഗ്രഹത്തെ സ്വന്തമായി കണ്ണുകൊണ്ട് കാണുമ്പോൾ. ഈ ആയത്തിറങ്ങിയത് എന്നാണെന്നറിയോ? ഈ ആയത്തിറങ്ങിയത് അബൂജഹൽ ഏറ്റവും വിടുവായത്വം പറഞ്ഞ ഒരു ദിവസം. അന്ന് അയാൾ ഷാമിലെ കച്ചവടത്തിൽ നിന്ന് പതിവില്ലാത്ത ലാഭം കിട്ടി. അപ്പോൾ അയാൾ വലിയൊരു തോടയാഭരണം പോലെയുള്ള ഒരു സ്വർണ്ണമാല വാങ്ങി ഷാമിലെ ചന്തയിൽ നിന്ന്. എന്നിട്ട് കുതിരപ്പുറത്ത് ആ മാലയും ഇട്ടിട്ട് ചൊങ്കനായ അബൂജഹല് തൻ്റെ നെഞ്ചൊക്കെ ഇങ്ങനെ കാട്ടി ആ നെഞ്ചിലിങ്ങനെ കിടന്നു ഈ തോടയാഭരണമായ മാല. കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് ഏറി കോമഡൻ മുകളിൽ നിന്നുള്ള പാട്ടില്ലേ മറ്റേ മൈൻകുട്ടി വൈദ്യരെ എന്നതുപോലെ, മനസ്സിലായില്ലേ? അത് വേറെ സന്ദർഭമാണ്. ഈ മാല ഇങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്ത് കുതിര തുള്ളുന്നതിനനുസരിച്ച് മാല മാറിലിങ്ങനെ തുള്ളി. അപ്പോൾ പറഞ്ഞു, മുഹമ്മദിനെ ഞാൻ ഇന്ന് തകർക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, മുഹമ്മദിനെ ഞാൻ ഇന്ന് തകർക്കും. പറയാൻ തോന്നിയെന്ത്? നേരെ മറിച്ച് ഷാമിലേക്ക് കച്ചവടത്തിന് പോയിട്ട് തിരിച്ച് 10 പൈസ കിട്ടാതെ മടങ്ങുകയാണെങ്കിൽ ആലോചിക്കുക, എന്താണ് നീ മുഹമ്മദിന്റെ വല്ല ഗുരുത്തകളും പറ്റുമോ? ഇപ്പൊ എന്തേ പറ്റേ? നമ്മൾ ലാത്തനോടും ഹുസൈനോടും ഒക്കെ പറഞ്ഞു പോകുന്നതാണല്ലോ. നമ്മൾ ആകെ പണക്കിയത് മുഹമ്മദിനല്ലേ ഉള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയിപ്പോൾ എന്തോ അങ്ങനെ പറ്റുമോ? ആയിക്കോട്ടെ, ഞാൻ ഇതുവരെ കഴിഞ്ഞൊക്കെ ഒന്ന് പോയി പൊരുത്തപ്പെടിക്കണം. മനസ്സിലായോ? നേരെ ഷാമെന്ന് ഇറങ്ങുന്നതോട് കൂടെ പറഞ്ഞു, ഇന്ന് ഞാൻ മുഹമ്മദിനെ തകർക്കും. മാലങ്ങനെ വലിയ സ്വർണ്ണമാല നെഞ്ചിലിങ്ങനെ കിടന്നു. അപ്പോൾ മദീനയിൽ ആയത്തിറങ്ങി. എന്താണ് ആയത്ത്? അതുപോലെ ഇന്നൽ ഇൻസാന അനുഗ്രഹം നഷ്ടപ്പെട്ടോണ്ട് പേടിക്കണ്ട, പരീക്ഷിക്കുക. സ്വർണം ഏകദേശമൊക്കെ ശുദ്ധിയായി, അപ്പം ധരിക്കാൻ വേണ്ടിയിട്ട് പെണ്ണിന് പൂതിയായി. പക്ഷേ നല്ല ഗോൾഡ് സ്മിത്ത് ആണെങ്കിൽ 2 ദിവസം കൂടി ക്ഷമിക്കാൻ പറയുന്നത്, ശേഷം കൂടി പണിയുണ്ട്. ആ ധരിക്കേണ്ട ആൾക്ക് ധൃതിയായി. അത്രയൊക്കെ നന്നായാൽ മതി. പോരാ, അത്രയൊക്കെ നന്നായി നിനക്ക് മതിയാവും, എനിക്ക് മതിയാവില്ല. എനിക്കും ഞാൻ തന്നെ ആരാത് ഉണ്ടാക്കി നോക്കും. അത് മോശം കണ്ടാൽ എനിക്കാണ് മോശം. 2 ദിവസം ധരിക്കണ്ട. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. പാത്രം കഴുകിയിട്ട് ചായ എടുക്കുന്ന നേരത്ത് ഭാര്യ ഈ ഗ്ലാസ് പിന്നെ കഴുകുകയാണെങ്കിൽ നമുക്കാണ് ധൃതിയാണ്. കഴുകിയൊക്കെ മതി, ഒരു ഗ്ലാസ് ചായ ഉണ്ടാ പറ്റൂല. നിങ്ങൾ മോശമാണെങ്കിൽ പിന്നെ എനിക്കാ കുറ്റം. ഉപയോഗിക്കുന്നവന് ധൃതിയാണെങ്കിലും ശുദ്ധീകരിക്കുന്നവന് ധൃതി ഉണ്ടാവില്ല. കാരണം അത് ഏറ്റവും പെർഫെക്റ്റായി അയാൾ ഏൽപ്പിക്കലായിരിക്കും അവൻ്റെ ഉത്തരവാദിത്വം. മനസ്സിലായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെയും എന്നെയും ശുദ്ധീകരിക്കുന്നത് ദേഷ്യം കൊണ്ടല്ല, നന്നാട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُمْ مُصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ أُولَئِكَ عَلَيْهِمْ صَلَوَاتٌ مِّن رَّبِّهِمْ وَرَحْمَةٌ وَأُولَئِكَ هُمُ الْمُهْتَدُونَ حَسْبِي رَبِّي جَلَّ اللَّهُ لا إله إلا الله حسبي ربي جل الله. ഹൃദയം ശുദ്ധിയാകാതെ ഞാൻ ആയത്തിനർത്ഥം പറയാട്ടോ, തിരിച്ചു പോകാം.
ഒന്നും കൂടി തിരിച്ചു വാ, എൻ്റെ അടുത്തേക്ക് വാ. അദ്ദേഹം ശുദ്ധിയാക്കാൻ അനുഗ്രഹം കിട്ടിയ ഒരാളെ ഇടക്കിടക്ക് ഖുർആൻ പറയുന്നുണ്ട് ഫിർഔൻ, ഒരാളെ പറയുന്നുണ്ട് ഇബ്ലീസ്, ഒരാളെ പറയുന്നുണ്ട് ഖാറൂന്. അനുഗ്രഹം വാങ്ങുന്നതിന് മുമ്പ് എന്തായില്ല, അനുഗ്രഹം വെക്കേണ്ട പാത്രം ശുദ്ധിയാക്കിയില്ല. അനുഗ്രഹം കിട്ടിയപ്പോൾ എന്താ പറഞ്ഞത്? എനിക്കല്ലേ മിസ്റിന്റെ അധികാരം, ഈ പുഴയെല്ലാം എന്റെ കീഴിലല്ലേ ഒഴുകുന്നത്. എന്നോട് വന്ന ദർബാറിൽ ഞാൻ നന്നാകാൻ പറയാൻ നീ ആര്? എനിക്കല്ലേ ഇവിടെ അധികാരം. ഈ പുഴ പോലും എന്റെ സമ്മതത്താലാണ് ഒഴുകുന്നത്. ഈ നാട്ടിൽ ഒരു ഇഞ്ച് ഭൂമി എന്റെ സമ്മതത്താൽ ഇല്ലാതെയില്ല. അല്ലേ അയാളെ വാക്കുദ്ധരിച്ചു, അലൈസലി എനിക്കല്ലേ മുൽക്ക് മിസ്ര, മിസ്റിന്റെ രാജാധികാരം, വഹാദിഹിൽ അൻഹാർ ഈ പുഴകളെല്ലാം തജ്രി മിൻ തഹ്തി എന്റെ കീഴിലല്ലേ ഒഴുകുന്നത്. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞത്? ഈ രാജ്യത്തെ പുഴകൾക്ക് വരെ എന്നെ പേടിയാ. ഒരു പുള്ളി വെള്ളം എന്നോട് വെക്കണം. എന്തുകൊണ്ട്? ഒരു ഇഞ്ച് ഭൂമി ഇല്ലാതെ എന്റേതല്ലേ. ഒരു മനുഷ്യ ഇത് പറയണമെങ്കിൽ നിങ്ങളിപ്പോ ഇത് മനസ്സിലാണ്ട് പറഞ്ഞത്. ഈ നാട്ടിലെ പുഴ എന്റേതാണ് എന്നൊരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും അയാൾ സുഖമില്ല. ഇതാരാ പറയണ? ഏറ്റവും വലിയ കാലത്തിലെ സിംഹാസനത്തിരിക്കണവർ. എന്തുകൊണ്ട് അനുഗ്രഹം വന്നപ്പോ ആരായി? ഭ്രാന്തനായി. മനസ്സിലായോ? അനുഗ്രഹം. മഴ പെയ്യാതായപ്പോൾ ഒരു സംഘം ആളുകൾ ഒരു മുതലാളിന്റെ വീട്ടിൽ പോയി. എനിക്ക് ഓർമ്മയുള്ള സംഭവം ഞാൻ പണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കഞ്ഞിച്ച് പാവങ്ങൾക്ക് കൊടുത്ത് ദുആ ചെയ്യിപ്പിച്ചാൽ മഴ പെയ്യാം. അതുകൊണ്ട് കാരണം കൃഷി ഇറക്കിയിട്ടില്ല, കൃഷിയല്ലേ അന്നത്തെ വരുമാനം എളുപ്പമൊന്നും ഇല്ലല്ലോ. അങ്ങനെ മുതലാളിന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് കുറച്ച് അരി വേണമെന്നാണ് എന്റെ വെച്ച് ഞാൻ പാവപ്പെട്ടവർക്ക് വെച്ച് കൊടുത്ത് ദ്വാരപ്പിക്കാം. അങ്ങനെ മഴ പെയ്യുന്ന അപ്പോൾ പറഞ്ഞു, എനിക്ക് 2 കൊല്ലം മഴ പെയ്യുന്നില്ല, ഒന്നും വരാൻ പോണില്ല. കിണറ്റിൽ നിറച്ച് വെള്ളമുണ്ട്, വെള്ളത്തിൽ നിറച്ച് അരിയുണ്ട്. നിങ്ങൾ കുടുങ്ങിയിൽ ഞാൻ എൻ്റെ അരി കളയേണ്ട ആവശ്യമുണ്ടാ, നിങ്ങൾ പോയിക്കോളി. അങ്ങനെ ഒരാൾ പറഞ്ഞു, ആൾ മരിച്ചു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എന്താ കാര്യം? എന്റെ ആൾ ഈ ആയത്ത് ഫിറഔന് വെച്ചു കൊടുക്കുമ്പോൾ ഇയാൾക്ക് വെച്ചു കൊടുക്കേണ്ടത്. മനസ്സിലായോ? മഴ പെയ്യാത്തിന് നിങ്ങൾക്കല്ലേ വിഷമം. എന്റെ കിണറിൽ നിറച്ച് വെള്ളമുണ്ട്, പിന്നെയോ എന്റെ വെള്ളത്തിൽ നിറച്ച അരിയുണ്ട്, ഞാൻ കുടുങ്ങിയിട്ടില്ല. നിങ്ങൾ കുടുങ്ങിയതിന് ഞാൻ എൻ്റെ അരി എന്താ കളയുന്നത്? കുടുങ്ങിയാലും കൊടുത്തോളി, ഞാൻ കൊടുക്കല്ല, എനിക്ക് നിറച്ചുണ്ട്. അല്ലാഹു അക്ബർ ജുമാക്കോ ജുമാക്കോയിട്ട് അല്ലാഹു അക്ബർ സമയം അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു നടക്കും. തൊള്ളിയിലാണ് അല്ലാഹു അക്ബർ, മൂപ്പരെടുത്ത് മൂപ്പരാണ് അക്ബർ. മനസ്സിലായില്ലേ? അയാളെ ഞങ്ങളൊക്കെ മരിച്ചു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മളെയൊക്കെ മനസ്സിന് നമ്മളെ അക്ബർ. എല്ലാവരും മനസ്സിന് ഞാനാണ് അക്ബർ, ഓരോരുത്തരുടെ മനസ്സിന് ഞാൻ അക്ബർ. എന്റെ മനസ്സിന് ഞാൻ അക്ബർ, നിങ്ങളെ മനസ്സിന് അക്ബർ. അല്ലാഹു അക്ബർ കേറണ്ടേ? കേറിയിട്ടില്ല. പള്ളിന്റെ കേസ് നടത്തുന്ന എത്രയോ വക്കീലന്മാരുണ്ട്. ആ കേസ് നടത്തുന്ന സമയത്ത് പലപ്പോഴും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അവർ കേസ് നടത്തുന്നത്. അതിന്മേൽ തർക്കമുണ്ടായാലും പല വിഷയത്തിൽ തർക്കമുണ്ടായ കേസ് നടത്തും. സുന്നി മുജാഹിദ് തർക്കമുണ്ടായാലും ഈ ആളുകൾ കേസ് നടത്തും. മുസ്ലിം അല്ലാത്ത ആളുകൾ അവർ ഈ കേസിന് വേണ്ടി ഒരുപാട് വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. പക്ഷെ ഒരിക്കൽ പോലും അവരെ ഇവിടേക്ക് കയറൂല. എന്നാൽ അവരുടെ സർവീസ് ഡയറിയിൽ അങ്ങനത്തെ 100 കണക്കിന് കേസ് നടത്തിയിട്ടുണ്ടാവും. 1000 കണക്കിന് വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മുമ്പ് ഖാദിയാനികളെ വിഷയത്തിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് വിചാരണ ചെയ്തു. ഖാദിയാനികൾ കാഫിറാണെന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് അടക്കമുള്ള ആ കാലത്ത് ഉലമാക്കൾ അഭിപ്രായപ്പെട്ടു. ഒരു കേസ് കൊടുത്തു. ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് വന്നത്. അപ്പോൾ ചോദിച്ചു, മുസ്ലിയരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ മുസ്ലിമാവൂല ചോദിച്ചു. നിങ്ങൾ മുസ്ലിമാണോ ഹിന്ദുവാണോ ചോദിച്ചു. ഞാൻ ഹിന്ദുവാണോ. എന്താണ് നിങ്ങളിപ്പോ അത് പറഞ്ഞല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ മുസ്ലിമാവൂല. നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ഹിന്ദുവാണോ? ഹിന്ദുവാണ്. എങ്ങനെ ഹിന്ദുവാണ് നീ പറയാ? നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇതേ അല്ലാഹു അക്ബർ നമ്മളെ അക്ബർ, കുറുപ്പിന്റെ അല്ലാഹു അക്ബർ, കുറുപ്പിന്റെ അല്ലാഹു അക്ബർ.
വാപ്പ പറയും, ഒരു നാട്ടില് ഒരാള് എന്ത് ചെയ്തു, പള്ളിയിൽ വാങ്ങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് യശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് ചെല്ലുന്നത്. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, എന്താ യശ്ഹദു എന്നല്ലല്ലോ, അശ്ഹദു എന്നല്ലേ പറയണ്ട്? അപ്പോൾ പറഞ്ഞു, ഇനി കൂലിക്ക് നിർത്തിയതാണ്, ഞാൻ ഇതിൽപ്പെട്ട ആളല്ല. യശ്ഹദു എന്നെ ഏൽപ്പിച്ചോ സാക്ഷി പോയി പറഞ്ഞു, ഞാനല്ല. മനസ്സിലായോ? അങ്ങനത്തെ യശ്ഹദുകളാണ് നമ്മൾ. വളരെ ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്ക്. ഇന്നൽ ഇൻസാന പാത്രം ശുദ്ധിയാകാതെ വിളമ്പിയപ്പോൾ ഫിറഔൻ ധിക്കരിച്ചു. അവന്റെ പാത്രവും ഭക്ഷണവും മലിനായി. അല്ലാഹു കാക്കട്ടെ. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. പടച്ചോൻ തന്നെ അല്ലേ ഖാറൂനെ കുറച്ചൊക്കെ ജനങ്ങൾക്ക് കൊടുത്തൂടെ? അപ്പോൾ ഖാറൂൻ പറഞ്ഞു, പടച്ചോൻ തരിയേ, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ വിജ്ഞാനം കൊണ്ട് ഞാൻ നേടിയതാണ്. ആരെ ധിക്കരിച്ചു? തന്നോന്ന് പറഞ്ഞില്ല. അല്ലാഹു അതാണെങ്കിൽ എല്ലാം കൊടുക്കണ്ടേ? അങ്ങനെ പറയുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്, ഇന്നുണ്ട്. അല്ലാഹു കൊടുത്തു എന്ന് അങ്ങനെ പറയല്ലേ? അല്ലാഹു കൊടുക്കാറേ എല്ലാവർക്കും കൊടുക്കണ്ടേ? നിനക്ക് തന്നിട്ടില്ലല്ലോ. ഇവന്റെ കുറച്ച് ഇന്റെ പണി ഉണ്ടായിട്ടുണ്ട്. UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒറ്റക്കൊല്ല, ലീഗ് ഒറ്റക്കൊല്ല. കോൺഗ്രസും ഉണ്ട്, ലീഗുണ്ട്. LDF എന്ന് പറഞ്ഞാലോ CPI ഒറ്റക്കല്ല, CPI ഉണ്ട്. എന്നതുപോലെ നമ്മളെടുക്കൽ എന്താണ്? നമ്മളൊക്കെ എടുക്കൽ നമുക്ക് വലിയ കച്ചവടം നാറുമാറൊക്കെ ആയത് അന്നോ അള്ള തന്നിട്ടുണ്ടെങ്കിലും നമ്മളും കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. UDF അതിന്റെ കൂടെ ഇല്ല. അപ്പൊ ലാ ഹൗല വലാ ഖുവ, അത് ദിക്ർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഒരാൾക്ക് ഒരു ശക്തിയുമില്ല, ഒരാൾക്ക് ഒരു അധികാരമില്ല, അതൊരു ദിക്റാണ്. 10 വട്ടം ചെല്ലുക, പിന്നെയും മുതൽ കൂടുത്രേ, അപ്പൊ ചെല്ലുക. 100 വട്ടം ചെല്ലുക, ഒന്നും കൂടി കൂടുക, അപ്പൊ ചെല്ലുക. ഇവർക്ക് ഇറങ്ങില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അള്ളാഹു തന്നിട്ടില്ലേ? ഉണ്ട്. പക്ഷെ അള്ളാഹു വന്ന ഒറ്റക്കല്ല, ഞാൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. എന്റെ അടുക്കൽ നിക്ഷിപ്തമായ വിജ്ഞാനം കൊണ്ട് ഞാൻ നേടിയതാ, അല്ലാതെ പടച്ചോനല്ല. ആര് പറഞ്ഞു? അറും പറഞ്ഞു. അപ്പൊ കൃത്യാണ് പടെ. ഞാൻ 3 ഉദാഹരണം പറഞ്ഞു. ഒന്ന് ഇബ്ലീസ്, ഒന്ന് ഫിറഔന്, ഒന്ന് ഖാറൂന്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. എന്റെ കാരണം കല്ലാ ഇന്നൽ ഇൻസാന ലയത്വാ. ഓക്കെ ഒന്നോർക്കെ. കല്ലാ ഇന്നൽ ഇൻസാന ലയത്വാ അർആഹു ഇസ്തഗ്നാ. കല്ലാ മനുഷ്യ, അനുഗ്രഹത്തിന്റെ പിന്നാലെ വല്ലാതെ ഓടേണ്ട മനുഷ്യ. ഇന്നൽ ഇൻസാന ലയത്വാ, മിക്കവാറും മനുഷ്യൻ ധിക്കാരിയാവാറുള്ളത് അർആഹു ഇസ്തഗ്നാ, അനുഗ്രഹം തന്റേതായി കണ്ണിൽ കാണുമ്പോഴാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പല ഉദാഹരണങ്ങളും ജനങ്ങൾ തെറ്റിദ്ധരിക്കുമെന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതിന് ഒരുപാട് ഉദാഹരണം എനിക്ക് പറയാൻ കഴിയും. വളരെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സറിഞ്ഞ് പറയാം, അള്ളാഹു തല ബോധം തരട്ടെ, അള്ളാഹു തല ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്കണം. كلا ولنبلونكم بشيء من الخوف والجوع ونقص من الأنفال والأنفس والثمرات وبشر الصابرين. ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. എന്തിനാണ്? നിങ്ങൾ ശുദ്ധീകരിക്കാനാണ്. അപ്പോൾ നിഅമത്തിനേക്കാൾ വലുത് മെഹനത്താണ്. മെഹനത്തെന്നാൽ പരീക്ഷണം, നിഅമത്തെന്നാൽ അനുഗ്രഹം. അനുഗ്രഹം കിട്ടിയാൽ നാശവും. എന്നാലോ മെഹനത്ത് കൊണ്ട് റബ്ബിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. പ്രയാസമുണ്ട്, അപ്പോൾ നമ്മൾ കരയും. എൻ്റെ മുന്നിൽ ഒരു പ്രയാസമുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ വേദനയോടെ അള്ളാഹിനോട് പറഞ്ഞു, എന്തുകൊണ്ട് എൻ്റെ മുന്നിൽ പ്രയാസമുണ്ട്. ഈ കൂട്ടത്തിൽ പ്രയാസമുള്ളവരൊക്കെ ഇന്നലെ രാത്രി അള്ളാഹിനോട് വേദനിച്ച് പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ കൈപൊക്കി വേദനയോടെ അള്ളാഹിനോട് പറഞ്ഞ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. ഇത്രയുണ്ട്. എന്തുകൊണ്ട് വേദനയോടെ റബ്ബിനോട് ഇന്നലെ പറഞ്ഞ ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ട് പറ? പ്രയാസമുണ്ട്. അനുഗ്രഹം ഉണ്ടെങ്കിലോ എവിടെ കിടന്നു, എവിടെ ഉറങ്ങി, ആരും അറിഞ്ഞു. അനുഗ്രഹം ഉണ്ടെങ്കിൽ ചങ്ങായിമാരുടെ കൂടെ നേരെ പോയി. പിന്നെ വല്ല ബാറിലൊക്കെ കയറി കൊണ്ടുവന്ന് ആരോ ഡ്രൈവർ കൊണ്ടുവന്ന് പോരേൻ്റെ അവിടെ തള്ളി. അങ്ങനെ ഡ്രൈവർ പകുതി മുക്കാൽ ഭാഗം ഇങ്ങനെ പിടിച്ച് അങ്ങനെ കൊണ്ടുവന്ന് ബെഡ്റൂമിൽ കിടത്തിയപ്പോൾ ഷൂ അയക്കാൻ മൂപ്പർക്ക് വയ്യ.
മനസ്സിലായോ? എന്റെ അനുഗ്രഹം, എന്ത് അനുഗ്രഹം. രണ്ട് കൊല്ലമായി പ്രശ്നം തീരാത്ത ഒരു കൂട്ടത്തിലുണ്ടോ? ആ 2 കൊല്ലം അള്ളാഹുവിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കൊല്ലം കൂടി പ്രശ്നം തീർന്നില്ലെങ്കിൽ ഒന്നുകൂടി എടുക്കും. ഇന്ന് പ്രശ്നം തീർന്നാൽ ആ തീർന്ന അടിച്ചു പൊളിച്ചിട്ട് ഇന്ന് വൈകുന്നേരം ഒരു വലിയ ബ്രോസ്റ്റ് വാങ്ങി തിന്നും ഭാര്യ മക്കളല്ല. നമ്മൾ പ്രശ്നം തീർന്നു. നമ്മളെ ഭൂമിയിൽ നിന്ന് കച്ചവടം ചെയ്ത് നമ്മൾ വിചാരിക്കാത്ത പൈസക്ക്. അതുകൊണ്ട് ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം? എല്ലാവർക്കും കരയിലുള്ള 4 ആളെയും പിടിച്ച് എല്ലാവരും പിടിച്ച് 4 വണ്ടിക്ക് നമ്മൾ എവിടേക്കാ പോകുന്നത്? നമുക്ക് തിരൂർ പിന്നാലിന് അൽഫാം കഴിക്കാൻ പോകാം, അൽബൈക്ക്. അങ്ങനെ 8 10 ഫാമിലി എല്ലാവരും ഒന്നിച്ചിൻ്റെ നമ്മൾ കച്ചവടം നടന്നു. ആ കച്ചവടം ആ ഭൂമി വിൽക്കാൻ കഴിയില്ലാന്ന് വിചാരിച്ചാണ്. അങ്ങനെ ആ ഭൂമിയുടെ വിറ്റും നമ്മൾ വിചാരിക്കാത്ത പൈസക്ക് നെറ്റ് ക്യാഷ് എല്ലാം കച്ചവടം നടക്കും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി വേണം. ഇന്നല്ലാതെ എന്നടാ അടിച്ചു പൊളിക്കണേ വേടാ. എല്ലാരും കൂട്ടി നേരെ പോയി. അപ്പോൾ അവിടെ ഒരാഴ്ചയായിട്ട് ചെലവാകാത്ത ബ്രോസ്റ്റ് സെല്ലാജിൽ വെച്ചുണ്ട്. മറ്റൊരു പറയും കുറച്ച് മന്ദന്മാരെത്തിയിട്ടുണ്ട് കൊടുത്താൾ. അങ്ങനെ ഒരാഴ്ച മുമ്പുള്ള ബ്രോസ്റ്റും മൈനേഴ്സും എല്ലാം കൂടി കൂട്ടിയിട്ട് കുറച്ചെണ്ണം കാറ്റ് പോവും. ഒച്ച വിഷമാണ്. എന്തേ ഈ മന്ദൂസുകൾ മുഴുവനും കൂടി വന്നപ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി നേരെ സെല്ലാജിൽ വെച്ച സാധനമൊക്കെ എടുത്ത് എല്ലാവർക്കും കൂടി കൊടുത്തു. എല്ലാം ഉഷാറായി അടിച്ചു പൊളിച്ചു. അല്ല തീറ്റ കച്ചവടത്തിന് പോയി. കച്ചവടം നടന്നില്ല കൊണ്ട് വിചാരിച്ചിരുന്നു. അന്ന് കച്ചവടം നടന്നില്ല. ഭാര്യയോട് വന്ന് സിറ്റൗട്ടിലും കുറച്ചു നേരം ഇരുന്ന് അപ്പോഴത്തേനെ ഭാര്യയൊക്കെ മനസ്സിലായി കച്ചവടം നടന്നോ ഇല്ലേ മനസ്സിലായി. നിങ്ങൾ വരികയെന്ന് ബേജാറാണ്ട, നിങ്ങൾ വരി, നമുക്ക് മകരി മിസ്കരി നമുക്ക് ദ്വാരക്കുക. പിന്നെ ഒരു ഷവർമയില്ല, ഒരു ബ്രോസ്റ്റും ഇല്ല, ഒരു ചുക്കുമില്ല, ഒന്നുമില്ല. അവിടെ അവസാനം കുറച്ച് മോരുകറിയും കുറച്ച് മത്തൻ കറിയും കുറച്ച് ചോറും ഉണ്ട് ഉച്ചക്ക് വെച്ചത്. അതിന്ന് എനിക്ക് വേണ്ട, ഞാൻ ചൂടാക്കി തരാൻ. എനിക്കിന്ന് എന്തോ തിന്നാൻ വയ്യ, എന്തോ സുഖമില്ല, ഒന്നുമില്ല. എന്തേ നടന്നില്ല. മനസ്സിലായോ? ഇതന്നെ പ്രശ്നം. ഇന്നിപ്പോ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഭൂമി വെക്കാൻ വേണ്ടി ഇവിടെ ക്ലാസ്സിന് വന്നവരുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച ഭൂമി ഇന്നാണ് വിറ്റാൽ അടുത്ത ക്ലാസ്സിന് ഒരിക്കലും നിങ്ങൾ വരില്ല. അത് ഉറപ്പ്. അടുത്ത ക്ലാസ്സിന് നിങ്ങൾ ഒരിക്കലും വരില്ല. എനിക്കറിയാം നിങ്ങളെ ഭൂമി വെക്കൂല അടുത്തൊന്നും. പിന്നെ ഞാൻ പറയും എന്ത് സാരല്ല, കള്ളനോട് ചേർക്കാം, ഞാൻ പറയാനല്ലോ. നിങ്ങളെ ഭൂമി അടുത്തൊന്നും വെക്കാനില്ല എന്ന് എനിക്കറിയാം. എന്തുകൊണ്ട്? അള്ളാഹു തആല നന്നാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ മൂല്യരെ കണ്ട എല്ലാ മൂല്യരും എന്തോടൊക്കെ അവസാനം പോക്കറ്റിൽ 10 രൂപ വെക്കണം. അത് ഏതൊരു മൂല്യത്തേക്ക് പ്ലാറ്റ്ഫോം ഒന്ന് കൊടുത്തിട്ട് അയാളോട് പറഞ്ഞു ഇറക്കി. ഒക്കെ കണ്ടിട്ടുണ്ട്, ഇതെല്ലാം കണ്ടിട്ടുണ്ട്. രാവും പകലും നമ്മളെ പള്ളിയിൽ വന്നിട്ട് ദ്വാ ചെയ്യിപ്പിച്ചിട്ട് പോയ ആള് പിന്നീട് കച്ചവടം ഉഷാറായപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ വേറൊരാൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ മേലിലുണ്ടായിരുന്നു മൂപ്പര് പണ്ട്. ഇവന് വേണ്ടി ഒരുപാട് വെള്ളിയാഴ്ച വരെ കച്ചവടം ലെവലാകാൻ വേണ്ടി ദ്വാരന്നപ്പോൾ ഓർമ്മയില്ല. അതുകൊണ്ട് പറയിപ്പ ഷെയ്മ അതിൻ്റെ കൂടെ ഇല്ല. ഒക്കെ ഞാൻ അനുഭവിച്ച വേറൊരാൾക്ക് പരിചയപ്പെടുത്തി. നമ്മളെ മേലിൽ പണ്ടുണ്ടായിരുന്നു. നമ്മളെ കൂടെ നിന്ന് ഏതോ പോരെയെന്ന് നമ്മക്ക് കൊണ്ടുവന്ന അട്ടിപ്പാത്രത്തിന് ബാക്കി തിന്ന് കഴിഞ്ഞു കൂടിയൊക്കെ കാഴ്ചകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ വലിയ ആളായി, കച്ചവടം കാര്യം ഉഷാറായി. ഇപ്പോൾ വേറെ ആൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. നമ്മളെ മേലിൽ പണ്ടുണ്ടായിരുന്നു. വേറൊക്കെയാണ്. അത്രയുള്ളൂ കണ്ടും മറ്റല്ലെങ്കിലോ. പിന്നെയും ചില ആളുകളെ സ്ഥിരമായി എനിക്കറിയാം. അവര് ഇടക്ക് വരും അല്ലെങ്കിൽ വിളിക്കും. എന്നിട്ട് എന്താ പറയാ, അതെ വലിയ കച്ചവടമൊക്കെ ആയിരുന്നു, പ്രായത്തിലായിരുന്നു, വലിയ പ്രായത്തിൽ. പിന്നെ ഇപ്പോൾ 30 ലക്ഷം കോടി കടാണ്. കച്ചവടമൊക്കെ ലെവലായ നമുക്ക് ദാറുൽ ഖുർആന് വേണ്ടി എന്തും ചെയ്യാം. ഇവിടെ ലെവലായൊരു കാലം ഉണ്ടായിരുന്നു. അന്നിവിടെ ദാറുൽ ഖുർആനുണ്ടായിരുന്നു. അന്നിവിടെ ദാറുൽ ഖുർആനുണ്ടായിരുന്നു. കണ്ടിട്ടില്ല. ഇനി വേണ്ട കച്ചവടം ഉഷാറായാലോ ദാറുൽ ഖുർആൻ പനോട് കാണൂല. അപ്പം നമ്മളെ പള്ളിക്ക് ജുമാക്കരെ വരില്ല. അവൻ്റെ സ്റ്റാൻഡേർഡുള്ള ആളുകൾ സുന്നിയാളെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. മറ്റൊരു നമ്മൾക്ക് ഒരു സ്റ്റാൻഡില്ല. വലിയ അട്ടിപ്പാത്രത്തിന്റെ ബാക്കി നിന്നപ്പോൾ അവന് സ്റ്റാൻഡും ഉണ്ടായിരുന്നില്ല. തന്നെ കച്ചവടമാണ് നടന്നാൽ അടുത്ത ആഴ്ച മുതൽ പായും. അതുകൊണ്ട് അടുത്ത ആഴ്ച നിങ്ങൾ ക്ലാസ്സിന് വരണമെങ്കിൽ നിങ്ങളെ കച്ചവടം നടക്കാൻ പാടില്ല.
ആണെങ്കിൽ തന്നെ രണ്ടവസ്ഥ ഉണ്ട്. നല്ല ആളെന്നെ എന്നാലും രണ്ടവസ്ഥ ഉണ്ട്. എന്താ രണ്ടവസ്ഥ? നിങ്ങൾ നല്ലോനാണ്, നല്ല കച്ചവടം നടക്കുന്ന കാലമാണ് എങ്കിലും നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ നല്ല നല്ല മനുഷ്യൻ, മൂപ്പർക്ക് നല്ല കച്ചവടമുള്ള കാലമാണ്. അപ്പോൾ മൂപ്പരോട് പറഞ്ഞ് നമ്മളെന്ന് എന്നെ റബീഉൽ അവ്വലിന്റെ നേർച്ച മൗലൂദ് പരിപാടിയൊക്കെ അടുത്ത ആഴ്ചയാണ്, ആയിക്കോട്ടെ എന്താ ചെലവായിക്കളി, എന്താ വേണ്ടത് ചെയ്തോളൂ, എത്ര ഞങ്ങൾ വേണ്ട പീടി വാങ്ങിക്കോളാം, ഞാൻ കുഞ്ഞാമ്മനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം, എന്താ വേണ്ടേ ഒക്കെ വാങ്ങിക്കോളി, എന്താ വേണേ നമുക്ക് ചെയ്യാം, അതിന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ഒക്കെ പൈസ ഞാൻ തരാം. എനിക്ക് തിരക്കായതുകൊണ്ട് ചിലപ്പോൾ എത്താൻ കഴിഞ്ഞോളന്നില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? അങ്ങനെ നമ്മൾ വാട്സപ്പിൽ ബില്ല് അയച്ചു കൊടുക്കുമ്പോൾ അടുത്ത് ഗൂഗിൾ പേ ഇങ്ങനെ നേരെ നമ്മളെ മുന്നിൽ കൊണ്ട് നോക്കും. നല്ല മനുഷ്യനാണ്. നമ്മൾ ആ പരിപാടി മുഴുവൻ പകർക്കും. നമ്മളെ കുഞ്ഞാമിനാണ്, നമ്മളെ മുതലാളി കുഞ്ഞാമിനെ ഇന്നാലിന്നെ കച്ചവടം ചെയ്യുന്ന ആളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, മൂപ്പർക്ക് എമ്പാടും കച്ചവടം, ഇനിയൊരു 10 കച്ചവടം കൂടി കൂടാൻ അള്ളാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൂപ്പരെ വിരാൻകുട്ടി പരമാവധി ആക്കി മൂപ്പരി കുടുംബത്തിനെയൊക്കെ സന്തോഷിപ്പിച്ച് നമ്മളോട് വിടും. മൂപ്പര് ഇക്കാലം വരെ എങ്ങനെ മൗലൂദ് നടക്കണമെന്ന് കണ്ടിട്ടേ ഇല്ല. മൂപ്പരിക്കാൻ പൊട്ടി, കച്ചവടം പൊട്ടിയാൽ 10 പൈസ മൂപ്പർക്ക് തരാനില്ല. ആ സമയത്ത് മൂപ്പര് പറയും, എന്നാണ് മൗലൂദ് നമ്മളോടൊന്ന് പറയാം, ആ സദസ്സിലൊക്കെ വന്ന് നമുക്കും ദുആയിൽ പങ്കെടുക്കാലോ. എന്നാ മജ്‌ലിസ് 100 200 300 ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ മജ്‌ലിസ് 100 അതിന്റെ വക, ചോറിന്റെ വക, മനസ്സിലായില്ലേ? അതാണ് കുഞ്ഞാമന്റെ സത്യം, അല്ലാണ്ട് സത്യം. ഈ ആയത്തിന്റെ അർത്ഥമാണ്. ഏതായത്തിന്റെ അർത്ഥം? കല്ലാ ഇന്നൽ ഇൻസാന ലയത്വാ ശുദ്ധിയാകാതെ അനുഗ്രഹം കിട്ടിയാൽ നീതിക്കരിയോ നേരെ ഉണ്ടാവില്ല. നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നല്ല പോലും നന്നാവൂല. നേരെ മറിച്ച് അള്ളാഹു നിന്നെ പരീക്ഷിക്കും, എന്നിട്ട് അങ്ങോട്ട് ഊറ്റും, എന്നിട്ട് കുഴങ്ങും. പള്ളിയിൽ നിന്ന് പൊരേക്ക് പോയിക്കോന്ന് പറഞ്ഞാൽ പോവില്ല, എനിക്ക് പറ്റൂല, പെണ്ണുങ്ങൾ ചീത്ത പറയും. അവളെ കൊണ്ട് ഞാൻ തൊട്ടടുത്ത ഒരു പരിയിൽ 1000 റുപ്യ ഇന്നലെ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ട് ആ പൈസ കൊടുത്തിട്ടില്ല. അയൽവാസി വളരെ 2 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഞാൻ വന്നാൽ ഉടനെ ആവും കൊണ്ട് വരാൻ പറഞ്ഞു പോകുന്നതാണ്. ഞാൻ പോണില്ല ഉസ്താദേ, മുടിയുടെ കയ്യിലും 1000 റുപ്യ കൊടുക്കാനില്ല. ഞാൻ പോയി കഥനൊക്കെ പരിഹാരം ഉണ്ടാവും, ഞാൻ പൊരെ കൊണ്ടുവന്നാക്കി തരാം, ഞാൻ നിങ്ങളോട് പറഞ്ഞോളാം. മനസ്സിലായോ? നീ നിന്റെ പൊരേ നീ പോവില്ല 10 പൈസ അല്ലെങ്കിൽ. എന്റെ ഏറ്റവും നല്ല ഭാര്യ എന്നെ തിരിഞ്ഞു നോക്കൂല. അങ്ങനെയാണ് നിന്റെ ഭാര്യ, എന്നെ തിരിഞ്ഞു നോക്കൂല. പള്ളികൾക്കൊരു സ്വഭാവമുണ്ട്. പള്ളികള് എപ്പോഴും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കൊമ്പിന്മേൽ ഇങ്ങനെ പടരും. കൊമ്പ് എങ്ങാനും പൂതലായി ചെതല് പിടിച്ച് വീണ് പോയാലോ വള്ളി പിന്നെ അടുത്ത കൊമ്പ് നിൽക്കും. വള്ളി പെണ്ണാണ്, കൊമ്പ് ആണാണ്. മനസ്സിലായോ? തന്നെ പുറത്തു പറയണ്ട. ഇത്രയുള്ളൂ. വള്ളിക്ക് കൊമ്പില്ലാതെ കഴിയില്ല, കൊമ്പിന് വള്ളിയില്ലാതെയും കഴിയും. പക്ഷെ വള്ളിക്കൊരു സ്വഭാവമുണ്ട്, ഉള്ള കൊമ്പ് വീണ് പോയാൽ കൊമ്പ് പോകും. എല്ലാം നല്ല അങ്ങനെയാണ് ധാരാളം. ഏറ്റവും ചുരുങ്ങിയത് പോകാനൊന്നും നിർവാഹമില്ല. അപ്പോഴത്തിന് 3-4 കുട്ടികളൊക്കെ ആയി. ഇനിയിപ്പോൾ പോകൽ നടക്കൂല, നീ ചീത്ത തുടങ്ങും. ഏറ്റവും പകൽ ചീത്ത തുടങ്ങും. നിങ്ങൾ ഒരൊറ്റക്കാരനാണ് എൻ്റെ ഈ കുടുംബം. അങ്ങനെയാണ്. നിങ്ങളൊരൊറ്റ മനുഷ്യൻ്റെ തലയില്ലായ്മയാണത്. അവർക്കൊക്കെ കൊടുക്കല്ലായിരുന്നു. മൂലിയാരും വെട്ടോളം ഒക്കെ എല്ലാവരും കൊടുക്കും. മനസ്സിലായോ പറഞ്ഞത്? പിന്നെ ഒരാളുണ്ടോ? അവനാരാ? അവനാണ് ആരുമില്ലെങ്കിലും ഉറപ്പുണ്ടാവും. ആരുമില്ലെങ്കിൽ ഉറപ്പുണ്ടാവും. ആരുമില്ലെങ്കിൽ ഉറപ്പുണ്ടാവും. ഉണ്ടായിരിക്കും, ഉണ്ടാകും. റബ്ബിനെ നീ കാണും. ബാംഗ്ലൂരിൽ പോയി പൈസ പോക്കറ്റ് അടിച്ചു. കച്ചവടക്കാരനാണ്. ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ KSRTC സ്റ്റാൻഡിൽ അയാൾ വന്ന് നിന്നു. കോഴിക്കോട്ടേക്ക് തിരിച്ചു വരണം. നെൽമ്പൂർക്കാരനാണ്. കോഴിക്കോട് ബസ്സുണ്ട്. ഉച്ചെങ്കിൽ ബസ്സിൽ എങ്ങനെ കയറും? പൈസല്ലോ. സമയം പോയി. അപ്പോൾ എന്തുണ്ടായി? അപ്പോൾ ഇനിയിപ്പോ പ്രശ്നം എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്താ ചെയ്യാ? പ്രശ്നം എന്താ ചെയ്യാ? ബാംഗ്ലൂരിൽ പൈസ പോക്കറ്റ് അടിച്ചു പോയി. അപ്പോൾ ഒരാൾ പാഞ്ഞു വരുന്നുണ്ട്. നമ്മക്കേ നിങ്ങളെന്തിവിടെ? ഞാൻ നാട്ടിൽ പോകാൻ നിൽക്കണം. എന്നാ വരി, നിങ്ങൾ ടിക്കറ്റ് എടുത്തോ? ഇല്ല. ടിക്കറ്റ് എടുത്ത് നടക്കുക? അതൊന്നും നിങ്ങൾ നോക്കണം, നിങ്ങളോട് ഇരിക്കും. ഇപ്പോൾ മറ്റോ വണ്ടി. എന്ത് ചെയ്ത്? ഇയാൾക്ക് അറിയാത്തോണ്ടല്ല ടിക്കറ്റ് എടുത്ത് നടക്കുകയാണ്. സാധനല്ലേ? മനസ്സിലായോ? ചിന്തിക്കും.
അപ്പോഴത്തെ മറ്റേ ആളൊന്ന് ടിക്കറ്റ് എടുത്തു. ബസ് കയറിയിരുന്നു. ഇപ്പൊ കോഴിക്കോട് വരെ ആയി. ബസ് കയറിയിരുന്നപ്പോൾ പറഞ്ഞ് നിങ്ങളെ ചായ കുറെ ഞാൻ കുടിച്ചാണ്, ഇതിലൊരു ഉറപ്പുണ്ട്, ഇതൊരു കാര്യമുണ്ട്, ഈ കോഴിക്കോട് എത്തുന്നത് വരെ ഇന്ത്യ അല്ലാത്ത ചിലവുണ്ടാവില്ല. കോഴിക്കോട്ടുകാരനായ സുഹൃത്താ. അങ്ങനെ പോണ്. കുറെ വർത്താനം പറഞ്ഞ് ഞാനും കൊടുക്കാനൊന്നുമില്ല. കയ്യെങ്ങനെ പോണ പോക്കറ്റാ, മനസ്സിലായില്ലേ? അങ്ങനെ പോന്ന് കോഴിക്കോട് ചായയും ചോറും ഒക്കെ അവൻ്റെ ചിലവ് കുടിച്ച് കോഴിക്കോടാണ് ഇറങ്ങിയപ്പോൾ കൈ പിടിച്ച് പൊട്ടി കഴിഞ്ഞു. നിങ്ങൾ നേരിട്ട് പറഞ്ഞാൽ ഞാൻ പൊട്ടി, എടാ പോക്കറ്റിടാ, ഞാൻ റബ്ബ് സഹായിച്ചത്. അപ്പോൾ മറ്റോ 500 രൂപ പോക്കറ്റിൽ ഇട്ട് കൊടുത്ത് നെൽമുറിക്ക് പോകാൻ. ആരാ അവിടെ സഹായിച്ചത്? ആരാ? ആരാണ് സഹായിച്ചത്? അല്ലാഹു അല്ലാതെ ആരാണ് സഹായിച്ചത്? ആരാ? അല്ലാഹു അല്ലാതെ ആരാ? അവനാണ് അല്ലാഹു. കുഴങ്ങൂല, ഒരിക്കലും കുഴങ്ങൂല, ഒരിക്കലും കുഴങ്ങൂല, ഒരിക്കലും കുഴങ്ങൂല. ഒരിക്കലും പേടിക്കണ്ട. ഒരിക്കലും ഒഴിവാക്കൂല. നീ അല്ലാന്റെ ആളാ. നിന്നെ ശുദ്ധീകരിക്കുക അല്ലാഹു തആല. അപ്പോൾ മനസ്സിലായോ? ശുദ്ധീകരിക്കുന്ന സമയത്ത് നിന്റെ കാര്യം നോക്കണം. മനസ്സിലായില്ല? ചിലപ്പോൾ നിന്റെ തടിയിലുള്ള ദുർമേധസ് പോകാൻ വേണ്ടി ചില പ്രകൃതി വൈദ്യന്മാർ നിന്നെ നിർത്തിയിട്ട് 3 ദിവസം എന്ത് ചെയ്യും? തേമ്പെള്ളം തരും. ഇങ്ങനെ തേമ്പെള്ളം കുടിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഡോക്ടറെ പരിസരത്തായിരിക്കണം. മനസ്സിലായോ? അങ്ങനെ പ്രകൃതി ശാസ്ത്രത്തിന്റെ നിയമം. അതായത് ചില സമയത്ത് നീ കയ്യാത്തവനായി ബോധം കെട്ട് വീഴും. അത് പറ്റൂല. അങ്ങനെ ബോധം കെട്ട് വീഴുകയാണെങ്കിൽ അപ്പോൾ എന്താണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതെന്ന് ആർക്കറിയും? ആർക്കറിയും? ഡോക്ടർക്കറിയും. ഡോക്ടർ പരിസരത്തെ അങ്ങനെ പ്രകൃതിപരമായി ഈ ദുർമേധസ് കളയാൻ വേണ്ടിയിട്ട് തേമ്പെള്ളം കുടിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? നീ വീഴുമ്പോഴത്തേന് താങ്ങും. നീ ആ ഡോക്ടറെ ഒന്ന് വലുതാക്കി കളാ. ജലാലായ റബ്ബ്, നീ ഒന്നുമില്ലാതെ നടക്കണ്. എൻ്റെ കയ്യിൽ 10 വയസ്സല്ല, നിന്നെ പഠിച്ച ശുദ്ധീകരിക്കണ്. അപ്പോൾ നീ ആരെ കണ്ണിൻ്റെ മുന്നിലുണ്ട്? അള്ളാന്റെ വീഴുമ്പോഴത്തേന് ആര് താങ്ങും? അള്ളാഹു താങ്ങും. അവനെ വിശ്വസിച്ചാണ്. ആരെ വിശ്വസിക്കാൻ? ഭാര്യ ഒഴിവാക്കി പോകും. ആരും ഒഴിവാക്കി പോകും. എല്ലാവരും ഒഴിവാക്കും. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ മുതലാണ് നീ അള്ളാഹിന്റെ മുതലാണ്. അള്ളാഹു ഒഴിവാക്കൂല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആ പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനം അടുത്ത ക്ലാസ്സിൽ പറയും. ഈ ആയത്തിന്റെ വ്യാഖ്യാനം അടുത്ത ക്ലാസ്സിൽ പറയും.